നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ അടുക്കളയിൽ കാര്യമായ പണിയിലാണെന്ന് തോന്നുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ഏട്ടനെയും ഏട്ടത്തിയമ്മേനെയും കൂടെ വീട്ടിലേക്ക് വിരുന്ന് ക്ഷണിക്കുകയാണ് കേട്ടോ. ഞങ്ങളുടെ നാട്ടിലൊക്കെ വിരുന്ന് വിളിക്കാന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അവർ കല്യാണം കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ട് ഞങ്ങളെ വീട്ടിലേക്ക് വരികയാണ്. വീട്ടിൽ നിൽക്കാനായിട്ടാണ് വരുന്നത്. അപ്പോൾ അവർക്കുള്ള ഫുഡ് ഐറ്റംസുകൾ ഓരോന്നായിട്ട് ഉണ്ടാക്കേണ്ട തിരക്കിലായിരുന്നു ഞാൻ. അപ്പോൾ വന്നപാടെ ചിക്കു ഷേക്കും അതുപോലെ തന്നെ ബ്രെഡ് ഓംലേറ്റും പിന്നെ അതുപോലെ തന്നെ പഴംപൊരിയും ഒക്കെ കൊടുക്കാമെന്ന് കരുതിയിട്ട് അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. അതിനുശേഷം പിന്നെ നൈറ്റിൽ ബീഫ് ഫ്രൈയും പിന്നെ അതുപോലെ തന്നെ പൊറോട്ടയും പിന്നെ മുട്ട സുർക്കയും അങ്ങനെ വെറൈറ്റി ഐറ്റംസ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് അതിങ്ങനെ വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി വെക്കുകയായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ അവർ വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരിങ്ങനെ പറയുന്നുണ്ടായിരുന്നു വീഡിയോയിൽ മുഴുവനായിട്ടും ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതൊക്കെ. നല്ല രീതിക്ക് അവർ വാരുന്നുണ്ടായിരുന്നു വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ കേട്ടോ. അതിനുശേഷം ഞങ്ങൾ അവർക്ക് വന്നപാടെ എല്ലാ ജ്യൂസും കാര്യങ്ങളൊക്കെ കൊടുത്ത് അവരൊക്കെ അത് കഴിച്ചു. പിന്നെ രാത്രിയത്തേക്ക് കൊടുക്കുന്ന ഫുഡിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ തിരക്കായതുകൊണ്ട് പിന്നെ അവിടെ നിൽക്കുന്നതല്ലേ എന്നുള്ള രീതിയിൽ അയ്യൊരു തിരക്കായിപ്പോയി. അപ്പോൾ ബാക്കി വീഡിയോസും കാര്യങ്ങളൊക്കെ നാളെ കാണാം. അപ്പോൾ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.